ഹലോ സീരീസ് മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വായനാടറിയായിരുന്നു, ആരും വിചാരിക്കണ്ട. അപ്പോൾ സീരീസ് റൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കൈസ് അപ്പോൾ റൈൻ സിമിനേറ്റർ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഇന്നലത്തെ കണ്ടിന്യൂഷനാണ്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചിക്കനൊക്കെ വിറ്റിട്ട് അതിന് എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് പൈസ നമ്മൾ ഉണ്ടാക്കി, ഇന്നപ്പോൾ എന്തൊക്കെയാണ് മേടിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പൈസക്കാരാവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വഴികളൊക്കെ നമ്മൾ കാടും മലയൊക്കെ കയറി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ കറൻ്റ് നമ്മുടെ കയ്യിൽ 970 റുപ്യ ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ പൈസക്കാരായി. ആദ്യം കളി തുടങ്ങണതിൻ്റെ അത് നമ്മുടെ കയ്യിൽ ആകെ 108 രൂപ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാപ്പരായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എപ്പിസോഡിൽ നമ്മൾ റിച്ച് ബിച്ചാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, നമ്മൾ എന്താണ് മേടിക്കാൻ പോകുന്നത്, കാറാണോ കൊട്ടകാണോ ട്രാക്ടറാണോ, അതെന്താ മേടിക്കാൻ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 70K ആണ്. അപ്പോൾ എല്ലാവരും പവറായിട്ട് പണ്ടത്തെ പോലെ നല്ല ആക്റ്റീവ് ആവാം. നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പം സ്റ്റാർട്ട് ദ വീഡിയോ. അളിയാ വന്നേ എടാ, ഞാൻ പറയാണെങ്കിലേ ഇപ്പൊ 970 റുപ്യ ഉണ്ട് നമ്മുടെ കയ്യില്. ഇനി ആ കുറച്ച് പൈസ കുറച്ച് ചിക്കനോട് വിൽക്കാണെന്നുണ്ടെങ്കിലോ നമ്മൾ ആരാ? ഇതെവിടെയായിരുന്നു സ്ഥലം? മാർക്ക് ചെയ്ത സ്ഥലം. എടാ, നീ എവിടെ മാർക്ക് ചെയ്തേ? ഓറഞ്ച് റെഡ് കളർ. നിനക്ക് കാണാമെങ്കിൽ നീ പൊക്കും, എനിക്ക് കാണാൻ പറ്റണം. വീടിന്റെ ഫ്രണ്ടില് ഞാൻ കൊണ്ടുവന്ന് എത്തിക്കും നിന്നെ, കേട്ടാ? ഓക്കെ, അത് മതി, എത്തിച്ചാ മതി. എന്നിട്ട് ഞാൻ പറയും, അമ്മാമേ ഓക്കെ ആരാ വന്നേന്ന് പറയും. അപ്പൊ പറയും ചോദിക്കും. അപ്പൊ തന്നെ അമ്മാമയ്ക്ക് എന്നെ കാണാൻ പറ്റിയിരുന്നു. അമ്മേ, ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചാണ് മറ്റേ ഗൾഫിലായിരുന്നു. 2 ടയർ കൊണ്ടൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാലോ. അതെ, അതന്നെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വി ഡോണ്ട് നീഡ്, വി ആർ ഹബീബീസ്. ഓ പോട്ടെ, തലയ്ക്കൊരു കെട്ട്, വയറ്റിലൊരു കെട്ട്, ഐ മീൻ മുണ്ട്. ഇട്ട് കഴിഞ്ഞാ പിന്നെ നമ്മള് ആരാ? ഈ വീട്, ഇതാ എന്റെ വീട്. എങ്ങനെ എന്റെ മനസ്സ് പറഞ്ഞു ബാക്കിലാണ് ചിക്കൻ, പക്ഷെ നമ്മള് ഫ്രണ്ടിക്ക് എടുത്ത് മനസ്സ് കണ്ടിട്ടില്ല. പൂടി ഏത് വണ്ടി മേടിക്കാം? എന്റെ മനസ്സിലൊരു വണ്ടി ഉണ്ട്. എന്റെ മനസ്സിൽ 2 വണ്ടി. ഏതാ? അതെനിക്ക് പേരറിഞ്ഞൂടാ. അമ്മാമേ ഓക്കെ. കരച്ചിലിട്ട് എടാ, അമ്മാമേ പെട്ടെന്ന് സൈലന്റ് ആയില്ല എല്ലാരും. എടാ, ഇങ്ങോട്ട് വന്ന് ലൈറ്റ് ഓഫ് ചെയ്യ്. ഇതെന്ത് ലൈറ്റാ? ഇവിടെ ഇങ്ങനത്തെ ഒരു വീടില്ല. ലൈറ്റ്, അതെ. എടാ വണ്ടി കയറാൻ പറ്റില്ല. പോട്ടെ. എടാ, പ്രേതാണ് അമ്മാവെന്നില്ലേ? പോ. എടാ, പൈസ പോയി നോക്കി നമ്മുടെ. എടാ, റോട്ടിൽ എന്തോ കിടക്കണ് കണ്ടാ? മാൻകുട്ടി, എടാ എന്താ ഗെയിം ഇവിടെ സൈലന്റ് ചെയ്ത്? പെട്ടെന്ന് സൈലന്റ് ആയില്ലേ? ഇത് റാഞ്ചി തന്നെ ഇല്ലേ? അതേലും ഇതെന്ത് മാങ്ങ?
ആരാ ആരത്? രണ്ടാമത് പിടിക്ക്. അയ്യോ എന്റെ കണ്ണടിച്ചോയി. ലൈറ്റ് ഇവിടെ. ഏതാ ഷോട്ട് നമ്മളെ കണ്ട് നമ്മൾ ഫിയർ ആവില്ലേ? അതെ സൗണ്ട് ഇല്ലേ? പ്രേതെന്ന് പറഞ്ഞാ അവിടെ കിടക്കും. അല്ല അങ്ങനെയല്ല. തൽക്കാലം ഞാൻ മാത്രം അറിഞ്ഞുള്ളായിരുന്നു പറഞ്ഞിട്ടോ. ഇല്ല 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 അറിയില്ലേ? ഏയ് ഒരിക്കലും. നീ എന്താണ് ഇറച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ്? അലൈൻമെന്റ് അലൈൻ ചെയ്യണ ചിക്കൻ. മതി മതി അലൈൻ ചെയ്തത് മതി. വാ പോവാ. കേറിക്കോ ആ വിട്ടോ ആ പോട്ടെ. എഫ് ഈരിഞ്ഞൊക്കെ ഉണ്ടാവും അല്ലേ? അതെ മനസ്സിലായിക്കോട്ടെ. വണ്ടിക്ക് ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. രാവിലെ എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റൂല. ഞാൻ സ്റ്റിയറിംഗ് മീന് കൈവിടാണ്ടേ. എടാ ഈ വഴി ഏതും മനയിലേക്കായിരിക്കും. നമുക്ക് കാർ എടുത്തിട്ട് നോക്കാം. ഘോര വനങ്ങളിലൂടെ ബാറ്റ്മാൻ കേവിലൂടെ പോകുന്നു. ഇങ്ങോട്ടല്ലേ? ഇതേ കുറുക്കൻ ഫോക്സ് ഫോക്സ് ഫോക്സ്. ആ പൊക്കട്ടെ. ഫോക്സ് ഇറച്ചി ഷാബർച്ചി പോട്ടെ പോട്ടെ. തിന്നാൻ സുഖണ്ടല്ലടാ, കടിച്ച് വലിക്കണ്ടേ ഇഷ്ടമല്ല. ഓ ആണോ? നീ കഴിച്ചിട്ടുണ്ടാ? അച്ഛൻ എന്റെ വീട്ടിൽ വളർത്തല്ലേ, ഞാൻ എന്താ ചെയ്യാ? ആവശ്യം വരുമ്പോ എന്റെ പോലീസ് പോലീസ് നാളെ പോലീസ് വന്നിട്ട് എന്താ മോനെ സുഖല്ലേ? ചുമ്മാ പറഞ്ഞാട്ടോ, എന്റെ വീട്ടിലൊന്നില്ലേ. ആളിതെവിടേക്കാ? ലെഫ്റ്റില് ഒരു കട പോലെ കാണുന്നത്. പമ്പേ. എടാ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാണെന്ന് പെട്രോൾ. പെട്രോൾ എത്ര ഉണ്ട് വണ്ടി മാറ്റി? എടാ ഈ വണ്ടി റൈറ്റ് കാടും മലയും കേറി കടന്നു വള്ളി തരാണ്. ഈ വണ്ടിയിൽ ഒട്ടും പെട്രോൾ ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ പറയില്ല. എന്നാ പമ്പി പോ. പൈസക്കാരായിട്ട് ആടാ എന്നാ പുതിയ വണ്ടി എടുത്തേ. ഇവിടെ തൊട്ട് കയറ്റി നീ റൈറ്റ് കയറ്റി. ഇന്നൊരു പുതിയ വണ്ടി എടുത്തിട്ട് കാര്യം. വണ്ടി എടുക്കുമ്പോ എന്തായാലും പെട്രോൾ അടിച്ചു തരുമല്ലോ. ഏത് സ്ഥലം? ഇത് ഗരാജ്. നമ്മുടെ ഈ വണ്ടി വിൽക്കാനൊക്കെ പറ്റണ്ട. വണ്ടി എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടാ ഇത് ഈ വണ്ടി ഉണ്ട് ഷോക്ക് മൂക്ക് വണ്ടി. ഗുഡ് ബൈ. എടാ 1600 എവിടെ ഒരു വണ്ടിക്ക്? ഓക്കെ 1600 അല്ലേ? പിന്നെ ആവാം. എടാ ലോറിക്ക് 2500. ഓക്കെ അതും പിന്നെ ആവാം. സെഡാനോ SUV ഇതൊന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. 1000 രൂപയ്ക്ക് ഒരു വണ്ടി ഉണ്ടല്ലോ, അതൊന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാ. 1600. എടാ 800 ഒരു വണ്ടി കണ്ടോ? സെഡാൻ പിക്കപ്പ് ആളിയോ പടച്ചേ ഒരെണ്ണം പൂശി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വണ്ടി അവിടെ എടുക്കണു മോനെ, പുതിയ വണ്ടി പൂശീന് മോനെ. അടുത്തൊന്ന് ബാങ്ക്. ഓ എടാ ലോൺ എടുക്കാടാ നോക്ക്. എടാ 30 ലോൺ കിട്ടും 2500. ഇൻട്രസ്റ്റ് 25%. എൻ്റെ അമ്മ ഇതെന്തുണ്ടാ ചോദിച്ചത്? പെർ ഡേ 86 വെച്ച് പിടിക്കുള്ളൂ നമ്മുടെ. അല്ലേ പൈസ ഉണ്ടാവണ്ടേ? എടാ 2500 ഇങ്ങോട്ട് തരുന്നു. ഡ്യൂറേഷൻ ഈ വണ്ടി വിൽക്കാന്ന അല്ല. ഇപ്പൊ എന്തിനാ പൈസ എടുക്കണല്ലേ? ഇപ്പൊ പൈസ ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. വേണ്ട വേറെ എടേ ഇറച്ചി എടുത്ത വണ്ടിയിലേക്ക് വെക്കി. പുതിയ വണ്ടിയില്ല. അതെ പെട്രോൾ ഉണ്ടല്ലേ ഇച്ചിരിയെങ്കിലും എനിക്ക്. എടാ ഇത് പമ്പല്ല, കുറച്ചുകൂടെ മച്ചാൻ ആ വണ്ടി എടുത്തോ വന്നേ. ഓക്കെ നമുക്കേ ഇതിലെ പകുതി ടാങ്ക് ഉണ്ടറാ. സെറ്റാണ്, മതി. റിച്ചാണ് നമ്മൾ.
എടാ അങ്ങട്ടല്ലടാ. ഇതാ വഴി ഇതാ വഴി. എടാ മലയക്കാരനെ പെട്രോൾ ഷട്ടേന്ന് പറഞ്ഞ ഇറങ്ങണ്ടിട്ടാ. അതെ പൊട്ടന്മാരായതുകൊണ്ട് നമ്മൾ എടാ ഈ ചിക്കൻ ഓക്കെ നമ്മളിപ്പോൾ ചിക്കൻ മൊത്തം സെല്ല് ചെയ്യാം. സെല്ലോൾ ഒന്നും കൂടി അടിച്ച ചെല്ലോള്. ഓക്കെ. ഇതില് ചിക്കൻ കൊണ്ടുപോകാൻ പറ്റിയ വല്ല കൂളറിലാണോ ചിക്കൻ വെക്കുക? ആ കൂളറിൽ വെക്കും. 96 റുപ്യ ഒരെണ്ണം മേടിക്കാനുണ്ട്. ഓക്കെ അല്ലെങ്കിൽ കൂളർ ഒരെണ്ണം മേടിച്ചോ, ആ ബാസ്കറ്റ് ഒരെണ്ണം മേടിച്ചോ. പർച്ചേസ് ഔട്ട് ബാസ്കറ്റ് 10 റുപ്യ ഉള്ളോ അത് ഒരെണ്ണം മേടിച്ചു. നമ്മൾ റിച്ചാന്നറിയാലേ. 214 റുപ്യൻ്റെ ചേച്ചിന് പൈസ തരില്ല. ചിക്കനും പോർക്കൊന്നും കൊണ്ടെടുക്കാം. പോർക്കിന് ഒരെണ്ണം മേടിക്കണ പൈസ ഉണ്ട് ഇല്ല. പുതിയ വണ്ടി എടാ എന്നാലേ നമുക്ക് ഈ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ചിട്ട് വരണം. ഇതോടെ വെച്ചോ. എടാ ക്യാനില് പെട്രോൾ ഉണ്ടല്ലേ? നല്ല പെട്രോൾ ഉണ്ട്. അതൊരു അടിച്ചാ പോരെ ഇല്ല? എടാ എടാ ഈ വണ്ടി നമുക്ക് വിൽക്കാന്ന്. എന്തിനാ 2 വണ്ടി ടാക്സും കൊടുത്തിട്ടേക്കണേ? അന്ന് എടുക്കുവാ. മഞ്ഞ കളറായി കാരണം എനിക്കൊരു വിഷം. മഞ്ഞ കളറിന്റെ ഐഡന്റിറ്റി ആണെന്ന് നിനക്ക് അറിയാലേ. എന്നാ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുവരാം. ബാത്റൂമിന് മഞ്ഞ കളർ അടിച്ചിട്ടുള്ളത് നിനക്കറിയാലോ മോനെ. മഞ്ഞ ഇമോഷൻ ഉണ്ടാ. അത് അതൊരു ഇമോഷൻ அதுக்கு ஒரு பிராண்ட் வேல்யூ இருக்குடா. பிராண்ட் வேல்யூ. ഞാൻ ഈ വണ്ടി ഒന്ന് കഴുകിയിട്ട് വരാട്ടാ. കഴുകി അന്നാ ഞാൻ അവിടെ ഉണ്ടാവും. ഫാമി ഉണ്ടാവും. ഞാൻ പോയി കുറച്ച് അയ്യോ പെട്രോൾ മേടിക്കണോ? എന്നാ പെട്രോള് പിന്നെ അടിക്കാം. ഞാൻ ഫാമി ഉണ്ടാവും. ഞാൻ പോയി കുറച്ച് കൃഷി തുറക്കട്ടെ. മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. 50 റുപ്യ വണ്ടി വിറ്റാ. എടാ 100 റുപ്യ വണ്ടിക്ക് 50 റുപ്യ പെയിന്റാ. നീ എവിടെ റാഞ്ചിലല്ലേ? എന്തൊരു സൗണ്ട്. നടന്നു വരാം. നല്ലത്. എന്തൊരു സൗണ്ട് കേട്ടില്ല. എന്ത് സംഭവം? എന്താടാ മാനല്ല എന്തൊരു സൗണ്ട് കേട്ടാ ഞാൻ ഇങ്ങനെ പൊളിഞ്ഞു വീണത്. മാനേ മാനേ മധുര കറിമ്പേ. എവിടെ? മലയുടെ മേളില്. തോക്കെടുക്കട്ടെ. ബുള്ളറ്റിലടാ. ചുറ്റിക ഒന്നും വെച്ച് അടിച്ചു കൊല്ലാൻ പറ്റില്ല. പൊട്ടനേടാ. മാന്തേ പോണ്. ബുള്ളറ്റ് ഉണ്ടോ നിന്റെ ഉണ്ട്? എവിടെ കണ്ടില്ല ഞാൻ. റോട്ടില് മാനെ ഡോക്ടർ സ്ട്രേഞ്ച്. അതെ നമ്മുടെ പറമ്പില് നമ്മുടെ ഇതിനുള്ളിൽ കയറി തുടങ്ങി. ഇന്നടെ പിടിച്ചോ. മാന്റെ ചന്തി സ്ട്രോങ് വളഞ്ഞ തന്നെയാണ്. കോഴിക്കോട് ഇടിച്ച സൗണ്ട് അല്ല ഞാൻ വിചാരിച്ചത്. എന്തൊക്കെയോ പ്രശ്നം. എടാ മുട്ടയൊന്നുമില്ലല്ലോ അളിയാ. എടാ മഞ്ഞ പെയിന്റ് അടിച്ചാ. ഏതാ മോനെ മക്കളെ മുട്ടയൊന്നും ഇട്ടില്ലയോ? മുട്ട ഇടുന്നില്ലടാ. ഞാൻ കൗൺസിലിംഗ് കല്യാണം കഴിഞ്ഞുള്ള ദാമ്പത്യം ചെയ്തിട്ട് ഇതൊക്കെ സർവ്വസാധാരണമാണ്. മുട്ടയും ഇതൊക്കെ വേണ്ടേ? എന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ നിനക്ക് 4 ഭാര്യമാരെ പിടിച്ചെന്നേടാ ഞാൻ. കഴുത്ത് പിടിച്ച് ഞെരിച്ച കൊല്ലുണ്ട്. കണ്ട വരണണ്ട. മര്യാദയ്ക്ക് മുട്ടിട്ടുള്ളൂ. വേറെ കറുത്ത സാധനം വേണ്ട. മുട്ട മതി കേട്ടാ. പേടിപ്പിച്ചിട്ടുണ്ട്. അവന്മാര് ഡെഡവനെ. ഇറച്ചിയുടെ ഫ്രീസറേ എപ്പോഴും നമ്മുടെ വണ്ടിയിലിരിക്കണത് നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി എപ്പോഴും എടുക്കാലോ. അതെ അതെ അത്രയേ ഉള്ളൂ. ഇതിന് മേലെ വെക്കാൻ പറ്റുമോ? കൊള്ളാലോ. ഓ തീനാണെന്ന് അറിയാലോ. ഈ വണ്ടി എടാ ഇത് ആദ്യം നന്നാമതിയായിരുന്നു. ആദ്യം മാതിരി പാട്ടവണ്ടിയൊക്കെ വീട്ടിട്ടിട്ട് പോയിപ്പോളേ. അതെ എടാ ആ വണ്ടി നമുക്ക് അതിന്റെ ഉള്ളിൽ കയറ്റിടാം. ഷഡ്ഡ ആ പെട്രോൾ ടാങ്ക് എടുത്തു. ഒന്നുമില്ല എന്നാലും
അതൊക്കെ ആ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ടേ. പെട്രോൾ ഇല്ല വേറെ പെട്രോൾ കഴിഞ്ഞു. അത് ഇതിലടിച്ചല്ലേ? ഊറ്റാൻ പറ്റുമോ? ഇല്ല, ഊറ്റാൻ പറ്റില്ല. ഐ എം ഡൈ പോയിട്ട് ഡൈ. ഹാ, എന്നാലും had a good കാർ day. എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് കൊള്ളാം, കിടിലം വണ്ടി, ഒന്നും പറയാനില്ല. വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ വൈബ്. അതെ, പൊളി വണ്ടി, മഞ്ഞ കളർ വണ്ടി അടിച്ചപ്പോണ്ടല്ലോ ഐശ്വര്യം തള്ളങ്ങി നിൽക്കുക. ഐശ്വര്യം ഐശ്വര്യ ശാന്തി എന്നാണല്ലോ. ഓ കേറുക, എന്താ പരിപാടി? നമുക്ക് അങ്ങോട്ട് പോവാ. എങ്ങോട്ട്? വേൾഡ് ട്രിപ്പ്. പെട്രോൾ അടിക്കണ്ടേ? ഓ അതെ, നിർത്തിയേ, നിർത്തി. ഒരു മിനിറ്റ്, ഓം എന്തോ മറന്നിരിക്കണു. ഓ ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് കേറട്ടെ. എന്റെ അപ്പാപ്പനെ അമ്മേ. ഞാൻ കഴിച്ച അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലേ പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറേ നമ്മൾ മിഷൻസൊക്കെ കണ്ടുപിടിച്ചത് ഓരോന്നോരോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതുപോലെ ഹിഡൻ ആയിട്ടുള്ള മിഷൻസ് കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ വരും നമുക്ക്. അപ്പോൾ ഇനി കുറേ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കുറേ പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ കാർ പിടിച്ച പോലെ ലോറി, ട്രാക്ടർ, മറ്റേ മാട്ടുപ്പെട്ടിയാണ് എൻ്റെ മറ്റേ പശുപ്പെട്ടി, അതൊക്കെ മേടിക്കും. പശുപ്പെട്ടി എന്ന് വെച്ചാൽ പശുവിൻ്റെ കൂട്, അതൊക്കെ മേടിക്കും. അതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 70K ആണ്. അപ്പോൾ എല്ലാവരും ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുക. പഴയ പോലെ നമ്മൾ പവർ ആവണം, പവർ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ടേക്ക് കെയർ. ബൈ. ദിസ് യു GTX Pro സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ഓൾ.